ഇ-കൊമേഴ്സ് സൈറ്റായ ആമസോണിൽ നിന്ന് സ്ഥിരം സാധനം വാങ്ങുന്നവരാണ് നമ്മളിൽ അധികവും. വീട്ടുപകരണങ്ങളും ഡ്രസ്സും ഫോണും അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾക്കും ഇപ്പോൾ മിക്കവരും ആശ്രയിക്കുന്നത് ആമസോണിനെയാണ്. ആകർഷകമായ വിലയും ഓർഡർ കൊടുത്താൽ വീട്ടുമുറ്റത്തെത്തും എന്നതുമൊക്കെയാണ് ഇ-കൊമേഴ്സ് സൈറ്റുകളുടെ പ്രത്യേകത. അക്കൂട്ടത്തിൽ മുൻപന്തിയിലാണ് ആമസോണും. എന്നാൽ ഇപ്പോൾ ആമസോണിന് ഒരു പണി കിട്ടിയിരിക്കുകയാണ്. ചില്ലറ പണിയല്ല, ഏകദേശം 340 കോടി രൂപയുടെ പണി. മറ്റൊരു ബ്രാൻഡിന്റെ ലോഗോയ്ക്ക് സമാനമായ ലോഗോ ഉപയോഗിച്ച് സൈറ്റിലൂടെ കച്ചവടം നടത്തിയതിന്റെ പേരിലാണ് ആമസോണിന് പിടി വീണത്. ഡൽഹി ഹൈക്കോടതിയാണ് ഇ-കൊമേഴ്സ് ഭീമന്മാരായ ആമസോണിനെതിരെ പിഴ വിധിച്ചത്. ബെവർലി ഹിൽസ് പോളോ ക്ലബിന്റെ ട്രേഡ് മാർക്ക് ലംഘിച്ചുവെന്ന കേസിലായിരുന്നു കോടതി നടപടി. ആഡംബര വസ്ത്ര ബ്രാൻഡായ ബെവർലി ഹിൽസ് പോളോയുടെ ട്രേഡ് മാർക്ക് ലോഗോയ്ക്ക് സമാനമായ വ്യാപാര മുദ്ര ഉപയോഗിച്ച് ആമസോണിന്റെ സ്വന്തം ബ്രാൻഡായ ആമസോൺ ടെക്നോളജീസ് കച്ചവടം നടത്തിയെന്നായിരുന്നു കേസ്. ലൈഫ് സ്റ്റൈൽ ഇക്വിറ്റീസ് 2020 ഈ കേസ് ഫയൽ ചെയ്യുന്നത്. വസ്ത്രങ്ങളും ആക്സസറികളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ, വിതരണ, വിൽപ്പന എന്നിവ കൈകാര്യം ചെയ്യുന്ന ആംസ്റ്റർഡാം ആസ്ഥാനമായുള്ള ലൈഫ് സ്റ്റൈൽ ഇക്വിറ്റീസ് സിവിയാണ് ബെവർലി ഹിൽസ് പോളോ ക്ലബിന്റെ ഉടമകൾ. ബെവർലി ഹിൽസ് പോളോയുടെ ലോഗോയുടെ സാദൃശ്യമുള്ള മുദ്ര പതിപ്പിച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നുവെന്നും അവർ ആരോപിച്ചിരുന്നു. ഇതിലൂടെ കമ്പനിക്ക് 1260 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നായിരുന്നു ആഡംബര വസ്ത്ര ബ്രാൻഡ് കോടതിയെ അറിയിച്ചത്. ബെവർലി ഹിൽസിന്റെ പ്രൊഡക്റ്റുമായി സാദൃശ്യമുള്ളവ അതിന്റെ സമാന രൂപമുള്ള ലോഗോ ഉപയോഗിച്ചായിരുന്നു ആമസോൺ ടെക്നോളജീസ് വിറ്റുകൊണ്ടിരുന്നത്. ഇത്തരമൊരു അനധികൃത പ്രവർത്തനം ആമസോൺ നടത്തിയതായി കോടതിയും കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ വാദം കേട്ട ശേഷം ആമസോൺ ഇന്ത്യക്ക് 339.4 കോടി രൂപയുടെ പിഴയിട്ട ശേഷം ലൈഫ് സ്റ്റൈൽസിന്റെ വ്യാപാര മുദ്രയ്ക്ക് സമാനമായ ലോഗോ അടയാളം ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പും ഡൽഹി ഹൈക്കോടതി ആമസോണിന് നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ആമസോണിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആമസോൺ ടെക്നോളജീസ്, ക്ലൗഡ് ടൈൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ആമസോൺ സെല്ലർ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവർ ചേർന്ന് ബെവർലി ഹിൽസ് പോളോ ക്ലബിന്റെ അനുവാദമില്ലാതെ ലോഗോ ഉപയോഗിച്ചെന്നായിരുന്നു പ്രധാന പരാതി. ഇതിലൂടെ ഉപഭോക്താക്കളെ ആശയക്കുഴപ്പത്തിലാക്കുകയും തങ്ങളുടെ ഗുഡ്വില്ലിന് കളങ്കമുണ്ടാക്കിയെന്നും ലൈഫ് സ്റ്റൈൽ ഇക്വിറ്റീസ് കോടതിയിൽ വാദിച്ചിരുന്നു. ട്രേഡ് മാർക്ക് ലംഘനം മറയ്ക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു ആമസോൺ ടെക്നോളജീസ് നടത്തിയെന്ന് കോടതിയും കുറ്റപ്പെടുത്തി. ആമസോൺ ടെക്നോളജീസ് എന്ന ബ്രാൻഡുമായുള്ള ആമസോണിന്റെ ബന്ധം വിശദീകരിക്കാൻ കോടതി പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അവരതിന് തയ്യാറായിരുന്നില്ല. പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിർണായക വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള ഉദ്ദേശ്യമായിരുന്നു ആമസോൺ ഉണ്ടായിരുന്നതെന്നും പിഴ വിധിച്ച ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അനധികൃതമായി ലോഗോ ഉപയോഗിക്കുന്നതിൽ നിന്ന് ആമസോണിനെ വിലക്കിക്കൊണ്ട് 2020 ഒക്ടോബർ 12 ഹൈക്കോടതി ആദ്യം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ അതിനുശേഷം ആമസോൺ ടെക്നോളജീസ് കോടതിയിൽ ഹാജരായിരുന്നില്ല. ഇതോടെയാണ് അവർക്കെതിരെ കേസെടുക്കുകയും ഇടക്കാല ഉത്തരവ് മാറ്റി സമ്പൂർണ്ണ നിരോധനമാക്കി മാറ്റുകയും ചെയ്തത്. 2023 ആമസോൺ ഇന്റർമീഡിയറിയായ ക്ലൗഡ് ടൈൽ ഇന്ത്യ കോടതിയുടെ ഉത്തരവ് അംഗീകരിച്ച് ഒരു സെറ്റിൽമെന്റിന് ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. 2015 മുതൽ ജൂലൈ 2020 വരെ അനധികൃതമായി ലോഗോ ഉപയോഗിച്ച് നടത്തിയ കച്ചവടത്തിലൂടെ ലഭിച്ച ഏകദേശം 24 ലക്ഷം രൂപ വരുമാനവും ലാഭവിഹിതത്തിന്റെ 20% നൽകാമെന്നായിരുന്നു ബെവർലി ഹിൽസിനോട് അവർ പറഞ്ഞത്. എന്നാൽ ഇക്കാര്യം അവർ അംഗീകരിക്കാതെ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതാണ് ഒടുവിൽ ആമസോണിന് വിനയായത്.